ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ട ബജ്ജി. അതിന് വേണ്ടിയിട്ട് 5 മുട്ട എടുത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ വേവാൻ വെക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബജ്ജി. ഇതിന് എന്തെല്ലാം ചേരുവകൾ വേണമെന്ന് പറഞ്ഞിട്ട് പറയാം. എല്ലാവരും സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക് എല്ലാം ചെയ്യണം. എന്നാൽ നമുക്ക് തുടങ്ങാം. എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പറയാം ഞാൻ. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കടലമാവാണ്, കടലപ്പൊടി അത് ചേർക്കുക. ഫസ്റ്റ് കടലപ്പൊടി ചേർത്ത്, പിന്നെ ഇത് കുറച്ച് കോൺഫ്ലവർ പൊടി, അതിനുശേഷം കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർന്നിട്ട് മിക്സാക്കുക. നല്ലപോലെ മിക്സ് ആവണം. അതിനുശേഷം കുറച്ച് കരിവേപ്പില ഇടുക, മിക്സ് ചെയ്യുക. അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കണം. ബാറ്റർ നല്ല ലൂസായിട്ട് കിട്ടാൻ കുറച്ച് ലൂസാവണം. കുറച്ച് വെള്ളം ഒഴിക്കുക, മിക്സ് ആക്കുക. ഇത്ര തിക്നെസ് മതി. മിക്സ് ആക്കിയിട്ട് വെക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ടെന്ന് വേണമെങ്കിൽ നോക്കാം നമുക്ക്. അതിനുശേഷം മുട്ട വേവിച്ചതാണ്, തൊലി എടുക്കുക. തൊലി എടുത്തിട്ടായതാണ്. ഇതിന് നടുവ് ഒരു മുട്ടേനെ 2 കഷ്ണം ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ബാറ്റർ ഉണ്ടല്ലേ, അതിന് മുക്കിയിട്ട് പൊരിക്കാം. ബാറ്ററിൽ ഇതുപോലെ ഇതാക്കാം. മിക്സാക്കിയിട്ട് വെക്കാം. ഒരു പാത്രം വെക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അത് ചൂടാവട്ട്. അതിനുശേഷം നമ്മൾ ഈ മുട്ട വേവിച്ചതിന് ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് വിടാം. ഒന്നൊന്നായിട്ട് വിടാം. ആക്കാം. മാവ് നല്ലപോലെ പിടിക്കണം. മുട്ടയിലേക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ വിടാം. ഒരു റൗണ്ടായി എടുത്തിട്ട് ഇത് രണ്ടാമത്തെ ഇങ്ങനെ ചെയ്യാം. എല്ലാം മുട്ടേനെ ഇങ്ങനെ വെക്കാം. മസാല ഇതാവും. ഇപ്പോൾ ഏകദേശമായി. ഇത് നേരത്തെ ഇട്ടത് മറിച്ചിട്ടിടാം. മറിച്ചിട്ടിട്ട് ഏകദേശം എടുക്കാം. രണ്ടാമത്തെ പ്രാവശ്യം ഇടാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് മുട്ട വേവിച്ച കൊണ്ട് വേഗമാവും. കുറേ സമയം വേണ്ട ഇതിന് മുട്ട ബജ്ജി ഉണ്ടാക്കാൻ. അവസാനത്തൊന്നുമില്ല. എല്ലാം ശരി. നല്ല വേവിട്ട് ഏകദേശമായി. മറിച്ചിട്ടിടാം. ഇപ്പോൾ മുട്ട ബജ്ജി റെഡി. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. ഞാൻ കാണിക്കാം. മുട്ട ബജ്ജി എല്ലാം പൊരിച്ചിട്ടായി. മുട്ട ബജ്ജി റെഡി. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻ്റ് എല്ലാം ചെയ്യണേ. ഓക്കെ, ബൈ.